വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. 200 സെഗ്മെൻറ്റിൽ 200 cc നമുക്ക് വന്നിട്ടുള്ള ഒരു NS ആണിത്. കാരണം പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ ഒരു വണ്ടീനെ അറിയപ്പെടുന്നത് സ്ട്രീറ്റ് റൈഡർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്ത ഒരു ടൈമിങ് ആൻഡ് ഒരു ക്വാളിറ്റി ആൻഡ് ഒരു എന്താ പറയുക, അതിനൊരു ഒരു കാലഘട്ടമുണ്ട്. അതൊന്നും വേറൊരു വണ്ടി ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ആൻഡ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനും കൂടെയാണ്. പിന്നെ ഒരു റെഡി മീൻസ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസിങ് പവർ തന്നെ നല്ലൊരു പവറാണ്. ഐ മീൻസ് നന്നായിട്ട് ഇതിൽ നിന്നൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ചരിത്രം വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി മാരക പെർഫോമൻസാണ് ഈ ഒരു വണ്ടി കാഴ്ചവെക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എനിവേ എന്തായാലും ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓണർഷിപ്പ് റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ദിസ് ഇസ് ഓഗി ആൻഡ് ദിസ് ഇസ് ആദർശ്. ഹായ്, നൈസ് ടു മീറ്റ് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓണറാണ് നമ്മുടെ ആദർശ്. അപ്പോൾ ആദർശിന് ഇതുവരെയുള്ള ഈ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ വണ്ടീനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലേ ഓക്കെ? അതെ അതെ. അതായത് നമ്മൾ നേരത്തെ ഒരു വണ്ടി ഒരു 100 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് NS ആണ് 200 പറയണത്. അപ്പോൾ ആദർശ്, അപ്പം ഈ വണ്ടിയെ പറ്റി ഇതുവരെയുള്ള അഭിപ്രായം എങ്ങനെയാണ്? അതായത് വണ്ടി സൂപ്പറാണോ, എങ്ങനെയാണ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ? എനിക്കിത് കണ്ടീഷൻ വലിയ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇറക്കിയത് 2018 ഞാൻ ഇറക്കിയത്. എനിക്ക് ഓൾറെഡി ഞാൻ വേറെ മെയിൻ്റെനൻസ് വർക്കൊന്നും വലുതായിട്ട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ചെയിൻ സോക്കറ്റും പിന്നെ ഫോർക്ക് ഓയിൽ ചേഞ്ചിങ്ങും എൻജിൻ കൂളൻ്റ് ഞാൻ എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ കോസ്റ്റ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല. എനിക്ക് ഇതിനിടയ്ക്ക് വലിയ കോസ്റ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ടയർ ബാക്കി കാര്യങ്ങളെല്ലാം ഇതുവരെ എനിക്ക് 40 കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ. വേറെ മെയിൻ്റെനൻസ് വർക്കൊന്നും എനിക്ക് വലുതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പവറാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാത്ത പവറാണ്. മാക്സിമം എൻ്റെ ആവശ്യത്തിന് കറക്റ്റ് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ 40 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ 40 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഏകദേശം ഇപ്പോൾ 8 years ആയി അതിനകത്തായി. ഇതിൽ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കംഫർട്ട് ഡ്രൈവ് ലോങ് വല്ലതും പോയിട്ടുണ്ടോ? ലോങ് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പാലക്കാട് വരെ ഞാൻ പോയിട്ടുണ്ട്. വേറെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ, വേറെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട്. വേറെ കുറുക്ക് വേദന വലിയ പെയിനൊന്നും വന്നിട്ടില്ല. അങ്ങ് പോയി നല്ല ദൂരത്തോട്ട് പോകാൻ കംഫർട്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ വണ്ടി. എനിക്ക് ഈ ഒരു വണ്ടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ലോങ് പോകാനായിട്ട് എനിക്ക് വലിയ ബാക്കി ഞാൻ ഒരു മിക്ക ബൈക്കിലും പോയിട്ടുണ്ട്. എന്നാലും എനിക്കിത് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് ലോങ് ഓടിയിരുന്നാലും പവറിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് ഇന്ന് വേറെ ഷോർട്ടേജോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ കോർണറിങ്ങിൻ്റെ കോർണറിങ് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും വേറെ കുറ്റം പറയാനായിട്ടൊന്നും വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പം നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ള ബെസ്റ്റ് ചോയ്സ് NS 200 ഇപ്പോഴത്തെ, അതായത് 7 years മുമ്പുള്ള ഇതിന്, അതായത് BS4 ഈ വെഹിക്കിൾ എങ്ങനെയാണെന്ന് ഉള്ള ബൈക്കറിൻ്റെ ഒരു ബൈക്കറാണല്ലോ, ഓൾറെഡി റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇപ്പോൾ ആദർശ് പറഞ്ഞത്. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ ഇതുവരെ ഈ ബൈക്ക് യൂസ് ചെയ്തതിനെ പറ്റിയുള്ള ഏറ്റവും ഗെയിനിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം പറയാമോ? എനിക്ക് തോന്നുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നെങ്കിൽ എനിക്ക് NS ഏറ്റവും കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബൈക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വേറെ ബൈക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബജാജിൻ്റെ തന്നെ ബൈക്കുകൾ ലോങ് ലൈഫ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആദർശ്, നമ്മുടെ ഈ വണ്ടിയിൽ ആദർശ് ഇതുവരെയും സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ്? ഓക്കെ, ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടമായിട്ടോ എന്തെങ്കിലും ലോസ് ആയിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാം കൊണ്ട് ഓക്കെയാണ്. മെയിൻ്റെനൻസ് വർക്ക് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓയിൽ ചേഞ്ചിങ് ആയിരുന്നാലും ഫോർക്ക് ഓയിൽ ഞാൻ 15 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ ഫോർക്ക് ഓയിൽ മാറുന്നുണ്ട്. അതെല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ വേറെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഈ നോർമലായിട്ടുള്ള ഈ ഫിൽറ്ററുകളും അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ മാറേണ്ടി വന്നിട്ടുള്ളൂ. ഓക്കെ, വേറെ അങ്ങനെ പ്രോപ്പർ കംപ്ലൈൻ്റ് ഒന്നും ഇന്നേ വരെ വന്നിട്ടില്ല. മൈലേജ് ഒക്കെ എത്ര കിട്ടുമായിരിക്കും? മൈലേജ് എനിക്ക് അവർ കമ്പനി 40 ഒക്കെയാണ് പറയുന്നുണ്ട്. 35, 30 അതിനിടയ്ക്കൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ ടോപ്പ് എൻഡ് ഒക്കെ ഏതൊരു കയറിയിട്ടുണ്ട്? ടോപ്പ് എൻഡ് 145 ഷിവറിങ് ഏത് മുതലാണ് തുടങ്ങുന്ന വണ്ടി? ഏകദേശം ഒരു 28 മുതൽ
അതായത് നമുക്ക് നല്ല വണ്ടി നമുക്ക് പിടച്ച് കയറില്ല RPM കട്ട് ചെയ്ത് കയറി പോകുന്ന സമയത്ത് ഒരു വണ്ടിക്കൊരു ചെറിയ ഒരു അറപ്പ് അങ്ങനെയുള്ള ഒരു ഇതാവൂല ഷിവറിങ് ഏകദേശം അതൊരു 130 അത്രയൊക്കെ കയറും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദർശ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഓയിൽ ചേഞ്ചും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഇപ്പോൾ 40K ഉള്ള വണ്ടിയാണ്, അതായത് 40K കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനാണ് NS 200 പറ്റി BS4 വണ്ടിയെ പറ്റി ആദർശ് പറഞ്ഞത്. ഓക്കെ റിയോ. ഓക്കെ, എനിവേ ആദർശ്, താങ്ക് യു സോ മച്ച് ആൻഡ് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു വണ്ടീനെ കുറിച്ച് നമ്മുടെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഇത് കണ്ടത്. നെക്സ്റ്റ് അടുത്തൊരു വണ്ടി വെച്ച് കാണുന്നവരും അടുത്തൊരു വെഹിക്കിൾ വെച്ച് കാണുന്നവരായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓക്കെ ആൻഡ് ദിസ് ഈസ് റിയോ. ആൻഡ് നെക്സ്റ്റ് NS 200 ഇവിടെ പറയുകയാണപ്പോൾ ബൈ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്.